ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോയിൽ BTSൻ്റെ ആൽബമായ സ്കൂൾ ലവ് അഫെയറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ആൽബത്തിലെ എല്ലാ ട്രാക്സിൻ്റെയും തീം, അതിൻ്റെ മെസ്സേജ് ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. BTSൻ്റെ ആദ്യത്തെ ആൽബമായ ടു കൂൾ ഫോർ സ്കൂൾ Are You Late To ശേഷമുള്ള ആൽബമാണ് സ്കൂൾ ലവ് അഫെയർ എന്നത്. ഈ സ്കൂൾ ലവ് അഫെയറിൽ 12 ട്രാക്സാണ് വരുന്നത്. പേര് പോലെ തന്നെ ഈ ഒരു ആൽബത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ടീനേജേഴ്സിൻ്റെ ലവിനെ പറ്റിയാണ്. അതായത് ടീനേജേഴ്സിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് ലവ്, അതിൻ്റെ കോംപ്ലക്സിറ്റി, അവരിലുണ്ടാക്കുന്ന ഇമോഷൻസ്, അതിനെപ്പറ്റിയൊക്കെയാണ് ഈ ഒരു സോങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത്. BTS ടീനേജേഴ്സിൻ്റെ ഹൃദയത്തിലേക്ക് അവരുടെ ഡ്രീംസ്, ഹാപ്പിനെസ്, ലവിനെ പറ്റിയൊക്കെ പാടുകയാണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് ഇൻട്രോ സ്കൂൾ ലവ് അഫെയർ ആണ്. ഈ ഒരു ട്രാക്കിൽ യങ് ലവിൻ്റെ അവരുടെ കോംപ്ലക്സിറ്റി, അവരുടെ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന കോംപ്ലക്സിറ്റി, അവരുടെ മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സിനെ പറ്റിയൊക്കെയാണ് അതിലേക്കുള്ളൊരു എക്സ്പ്ലോറേഷനാണ്. അപ്പോൾ സോങ് തുടങ്ങുമ്പോൾ തന്നെ ഇതിലെ ലിറിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലവ്, ഫസ്റ്റ് കോൾ, ഫസ്റ്റ് ഡേറ്റ്, ഫസ്റ്റ് കിസ്സിനെ പറ്റിയൊക്കെയാണ് മെമ്പേഴ്സ് പാടുന്നത്. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എക്സൈറ്റ്മെൻ്റ് ആണ്. ആദ്യമായിട്ട് ഒരാൾ ഇഷ്ടം തോന്നുമ്പോൾ അതിലുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ് ഒക്കെയാണ് ഈ ഒരു ലിറിക്സിലൂടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സോങ്ങിൽ മെമ്പേഴ്സിൻ്റെ ഡയലോഗ്സും നമുക്ക് കേൾക്കാൻ സാധിക്കും. അതായത് ഈ ഒരു സോങ്ങിൽ മെമ്പേഴ്സ് അവരുടെ ലവിനോടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് ഒക്കെയാണ് പാടുന്നത്. ഇതിലെ RMൻ്റെ റാപ്പ് ഹൈലൈറ്റ് ചെയ്യുന്നത് റിജക്ഷൻ വന്നാലും ഹാർഡ്ഷിപ്പൊക്കെ കഷ്ടപ്പാടൊക്കെ ഉണ്ടായാലും വീണ്ടും സ്നേഹിക്കാനുള്ള ഡിറ്റർമിനേഷനെയൊക്കെ ഈ റാപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സോങ് അൾട്ടിമേറ്റ്ലി BTSൻ്റെ ലവിനോടുള്ള അവരുടെ ഒരു ഫിലോസഫിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് തന്നെ പറയാം. ഇതാണ് ഫസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ BTS അവരുടെ ലവിനെ പറ്റിയുള്ള കൺസെപ്റ്റും ഒക്കെ നമുക്ക് അവരിതിലൂടെ പറയുകയാണ്.